അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 14-ാം യൂണിറ്റിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അഹദത്തു തഖനിയാത്തി തിബ്ബി വൽ ഇലാജ് അഥവാ ലേറ്റസ്റ്റ് ടെക്നോളജി ഓഫ് മെഡിസിൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. തിബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ, ഇലാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ലോകത്ത് ഇന്ന് ടെക്നോളജി മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ, അതോടുകൂടെ പ്രത്യേകിച്ചും ഈ ഒരു മെഡിക്കൽ രംഗത്ത് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റിനോട് കൂടെ ലോകത്ത് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അത് അവ്യക്തമാവുകയും അതിൻ്റെ പ്രാധാന്യം കുറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സ്ഥാനത്ത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടെ നമുക്ക് പുതിയ ടെക്നോളജിയെ പകരം വെക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള പുതിയ ടെക്നോളജികളാണ് അവരെന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നതും ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ ഈ ഒരു മെഡിസിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ മേഖലയിൽ ഇത് ഉപയോഗിക്കാനും കഴിയും. ഏതുപോലെ അൽ വാക്യുൽ ഇഫ്തിറാദി, വെർച്വൽ റിയാലിറ്റി പോലെ, അതേപോലെ തന്നെ വൽ മുഅസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ വാക്യുൽ മുഅസ്സസ് എന്നാണ് അവിടെ വരുന്നത്. ഓഗ്മെൻറ്റ് റിയാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ തഖനിയാത്തുൽ നാനോ ടെക്നോളജി പോലെ അത്തരത്തിലുള്ള പുതിയ സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള വിദ്യകളാണ് ഇന്നത്തെ സയൻറ്റിസ്റ്റുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി പറയുന്നത് അൽ വാക്യുൽ മുഅസ്സസ് അഥവാ ഓഗ്മെൻറ്റ് റിയാലിറ്റി. ഓഗ്മെൻറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് ലെയറുകളെ സൃഷ്ടിക്കുക. എന്നിട്ട് ആ ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമുക്കെന്താണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കമ്പനികൾ ഇന്ന് ഈ ഓഗ്മെൻറ്റ് റിയാലിറ്റിയെ ഒരുപാട് ഗ്ലാസുകളിലൂടെയും ലെൻസുകളിലൂടെയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നദറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസുകൾ, അൽസാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസുകൾ. ഇതൊക്കെ വെച്ചാണ്ട് ഓഗ്മെൻറ്റ് റിയാലിറ്റിയെ ഒരുപാട് കമ്പനികൾ പരീക്ഷിക്കുന്നുണ്ട്. ഈ ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെ നമുക്ക് ഒരാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അഥവാ അത്തരത്തിലുള്ള ലെൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ രക്തമോ അല്ലെങ്കിൽ മറ്റൊന്നും ടെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അയാളുടെ ശരീരത്തിലുള്ള നിസ്ബത്തു സുക്കർ, ആ ഒരു അയാളുടെ ഷുഗർ എത്രയുണ്ട്, അതേപോലെ തന്നെ ലിയാത്തു ദമ് ബ്ലഡ് പ്രഷർ എത്രയുണ്ട് എന്നൊക്കെ നമുക്കത് നോക്കാൻ കഴിയും. അപ്പോൾ ഷുഗർ നോക്കാനൊന്നും വേറെ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റി ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ അടുത്തതാണ് തഖനിയാത്തുൽ വാക്യുൽ ഇഫ്തിറാദി വെർച്വൽ റിയാലിറ്റി ടെക്നോളജി എന്ന് പറയുന്നത്. ഈ വെർച്വൽ റിയാലിറ്റിയിലൂടെ ഈ ഒരു വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പറേഷൻ അതിനോട് സാമ്യമായിട്ടുള്ള, അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമുക്ക് ബിആത്ത് എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റ്, ആ ഒരു എൻവിറോൺമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ വരാൻ പോകുന്ന ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു വെർച്വൽ റിയാലിറ്റി വെച്ചുകൊണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്, ഓപ്പറേഷന് മുമ്പേ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലോടുകൂടെ ഈ ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ഉണ്ടാവുക അത് പഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ അയാൾക്ക് എക്സ്പീരിയൻസ് നേടാൻ കഴിയും. അതേപോലെ ഈ ഒരു ഓപ്പറേഷൻ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒരു ഉറപ്പും കിട്ടും. ഇനി വേറൊരു രീതിയിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെർച്വൽ റിയാലിറ്റി ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് അജിഹിസത്ത് എന്ന് പറഞ്ഞാൽ ഡിവൈസ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രോഗിയുടെ ടെൻഷൻ കുറയും. കാരണം ഈ ഒരു ഓപ്പറേഷൻ സക്സസ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഈ രോഗിക്ക് ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയും. അടുത്തതായിട്ടുള്ളതാണ് തഖനിയാത്തു നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജുസ്ഇയാത്ത്, അതേപോലെ തന്നെ മവാദുൽ മുത്തനാഹിയത്തു സിഗർ, അതിൻ്റെ അർത്ഥം വരുന്നത് നാനോ സൂപ്പർ നാനോ മോളിക്യുലർ മെറ്റീരിയൽസും അതേപോലെ തന്നെ ജുസ്ഇയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിനൊക്കെ കൺട്രോൾ ചെയ്യുകയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ തഖനിയാത്തു നാനോ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള രോഗം ബാധിച്ചിട്ടുള്ള സെല്ലുകളെ നശിപ്പിക്കാനും അതേപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെ പരിചരിക്കാനൊക്കെ ഈ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്ക് കഴിയും. ഇന്ന് സയൻറ്റിസ്റ്റുകൾ ഈ ഒരു നാനോ ടെക്നോളജിയെ എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതുപോലെ ഈ അദവിയത്ത് മെഡിസിൻ മേഖലയിലും, അത്അയ്മത്ത് ഫുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലയിലും, അജ്ഹിസിയത്ത് ഈ ഡിവൈസുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും, എല്ലാ മേഖലകളിലും ഇത് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഈ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാൻ എത്ര കോസ്റ്റ് ആവും, അതിൻ്റെ ആ ഒരു ചിലവ് എത്രയായിരിക്കും, അതേപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് സേഫാണോ എന്നുള്ള കാര്യവും എന്ന് രണ്ട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുന്നുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് അത്ബാഅത്തു സലാസിയത്തുൽ അബ്വാദ് അഥവാ 3D പ്രിൻറ്റിങ്. ഈ 3D പ്രിൻറ്റിങ്ങിലൂടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരു സെല്ലിനെ, ഏതുപോലെ ഒരു ലിവർ, മനുഷ്യ ശരീരത്തിലുള്ള ഒരു ലിവർ പോലെ അത്തരത്തിലുള്ള ഒരു സെല്ലിനെ 3D പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. അതിനുള്ള മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലുള്ള ഒരു സെല്ലിനെ
അത് 3D പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ 3D പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്താൻ അതിൽ നമുക്ക് ഈ 3D പ്രിൻറ്റുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ള എലികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികളെയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. മനുഷ്യൻ്റെ അതേ ഒരു സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ എക്സ്പെരിമെൻറ്റുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായിട്ടുള്ളതാണ് നളാറാത്തുൽ ദക്കിയ്യ ലിൽ മക്ഫൂഫീൻ. മക്ഫൂഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള നളാറാത്തുൽ ദക്കിയ്യ അഥവാ സ്മാർട്ട് ഗ്ലാസുകൾ. ഈ സ്മാർട്ട് ഗ്ലാസുകൾ ഉപയോഗിക്കൽ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ഗ്ലാസുകൾ ഇന്ന് ഒരുപാടായിട്ട് മോഡേൺ ടെക്നോളജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലൈൻഡ് ആയവർക്ക് മാത്രമല്ല, അസ്ഹാബ് മുഷാക്കിൽ റുയ്യ, ഈ വിഷൻ പ്രോബ്ലം ഉള്ള ആളുകൾക്കും അവർക്ക് ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഈ സ്മാർട്ട് ഗ്ലാസ് അവരോട് സംസാരിക്കും. അതേപോലെ തന്നെ അവർ ഏത് സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അവരുടെ ഡെയിലി ടാസ്കുകൾ മഹാമുൽ യോമിയ എന്ന് പറഞ്ഞാൽ ഡെയിലി ടാസ്കുകളിൽ അവരെ എന്ത് ചെയ്യും, ഈ സ്മാർട്ട് ഗ്ലാസ് സഹായിക്കും. അത്തരത്തിൽ ബ്ലൈൻഡ് ആയ ആളുകൾക്ക് സഹായമാവുന്ന ഒന്നാണ് നളാറാത്തുൽ ദക്കിയ്യ. അടുത്തതായിട്ടുള്ളതാണ് ലക്കാവുൽ അദവാത്തുൽ മൻസിലിയ അഥവാ സ്മാർട്ട് ഹോം ആപ്ലിയൻസസ് എന്നാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. ഇന്നത്തെ പുതിയ ടെക്നോളജി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അള്ളാഹുൽ ഇസ്തിനായി എന്നാണ് അതിന് അറബിയിൽ പറയുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും അത് ആർട്ടിഫിഷ്യലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഏത് മുതൽ ഫുർഷാത്ത് അസ്നാൻ, നമ്മുടെ ടൂത്ത് ബ്രഷ് വരെ, അതേപോലെ തന്നെ അഹദിയത്ത് ഷൂകൾ വരെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഉപയോഗിക്കാൻ, ഇങ്ങനെ നമുക്ക് എല്ലാം ആർട്ടിഫിഷ്യലായി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, കൂടുതൽ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ തഹ്ലീലുൽ മാലൂമാത്ത്, നമുക്ക് ഈ ഇൻഫർമേഷനുകളൊക്കെ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഹെൽത്ത് പ്രോബ്ലങ്ങളൊക്കെ കുറക്കാനും നമുക്ക് ഇതിലൂടെ കഴിയും. അടുത്തതായിട്ടുള്ളതാണ് അൽ മലാബിസുൽ ദക്കിയ്യ അഥവാ സ്മാർട്ട് ക്ലോത്ത്സ്. ഈ സ്മാർട്ട് ക്ലോത്തുകൾ പ്രധാനമായിട്ടും നാനോ ടെക്നോളജിയും അതേപോലെ തന്നെ മൈക്രോ ഒബ്ജക്റ്റുകളും കൂട്ടിച്ചേർത്തിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ടും അത് അനലൈസ് ചെയ്യുകയും സെൻസ് ചെയ്യാനും കഴിയും. അതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഡീകമ്പോസിഷൻ റേറ്റ്, അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രഷർ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ഡ്രസ്സിന് കഴിയും. എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ, ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകളൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അവസാന പാരഗ്രാഫിൽ പറയുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് സയൻറ്റിസ്റ്റുകൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില ടെക്നോളജികൾ മാത്രമാണ്. അതേപോലെ വേറെ ടെക്നോളജികളും ഉണ്ട്. അവർ ഈ ടെക്നോളജികളെല്ലാം കൂടുതൽ എഫിഷ്യൻറ്റും അതേപോലെ തന്നെ കോസ്റ്റ്ലെസ്സും അഥവാ ചിലവ് കുറഞ്ഞതുമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളത്. ഇതിൻ്റെ വേർഡുകളും മീനിങ്ങുകളും കൊടുത്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ അവസാനത്ത് മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തേതായിട്ടുള്ളത് അൽ ഇലാജാത്തു തഖ്ലീദിയ, അതിൻ്റെ യോജിക്കുന്നത് 10ാമതായി വരുന്ന ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് അൽ വാക്യുൽ മുഅസ്സിസ്, അതിനോട് യോജിക്കുന്നത് 9ാമതായിട്ട് വരുന്ന ഓഗ്മെൻറ്റ് റിയാലിറ്റി എന്നുള്ളതാണ്. അടുത്തതായിട്ട് അൽ വാക്യുൽ ഇഫ്തിറാദി, അതിനോട് യോജിക്കുന്നത് 8ാമതായി വരുന്ന വെർച്വൽ റിയാലിറ്റി എന്നുള്ളതാണ്. അടുത്തതായിട്ട് തക്നിയത്തു സെലാസിയത്തുൽ അബ്ആദ്, അതിനോട് യോജിക്കുന്നത് 7ാമതായി വരുന്ന 3D പ്രിൻറ്റിംഗ് എന്നുള്ളതാണ്. അടുത്തതായി തഹ്ലീലുൽ മാലൂമാത്ത്, അതിനോട് യോജിക്കുന്നത് 6ാമതായി വരുന്ന ഇൻഫർമേഷൻ അനലൈസിസ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് അദ്ലക്കാവുൽ ഇസ്തിനായി, അതിനോട് യോജിക്കുന്നത് 5ാമതായി വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അടുത്തതായി ഇസ്തിഷ്ആർ എന്നുള്ളതുണ്ട്, അതിനോട് യോജിക്കുന്നത് 4ാമതായി വരുന്ന സെൻസിങ് എന്നുള്ളതാണ്. അടുത്തതായി നിസ്ബത്തു തഹൽവുൻ എന്നുണ്ട്, അതിനോട് യോജിക്കുന്നത് 3ാമതായി വരുന്ന ഡീകമ്പോസിഷൻ റേറ്റ് എന്നുള്ളതാണ്. അടുത്തതായി അൽ ജുസ്ഇയ്യാത്ത് എന്നുണ്ട്, അതിനോട് യോജിക്കുന്നത് 2ാമതായി വരുന്ന മോളിക്യൂൾസ് എന്നുള്ളതാണ്. അടുത്തതായി അൽ മവാദുൽ മുതനാഹിയത്തു സിഗർ എന്നുണ്ട്, അതിനോട് യോജിക്കുന്നത് 1ാമതായി വരുന്ന നാനോ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്, കറക്റ്റ് ഓർഡറിൽ റിവൈസ് ചെയ്തിട്ടുള്ള ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.